കണ്ണൂർ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ സംഭവം ഉണ്ടായത്. അമ്മമാര് പറയുന്നതന്നെ കേൾക്കാം. ചേച്ചിനെ കണ്ടിട്ടുണ്ടാവില്ല. ഇവർക്ക് 2-3 വർഷത്തെ പരിചയമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പരിചയമില്ല. അമ്മയല്ലേ ചോദിച്ചു. അമ്മയുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലേ നമുക്കൊരു പ്രായത്തിന്റെ ഒരു ബഹുമാനമില്ല. ചിലക്കെല്ലാം ഞാൻ പറഞ്ഞു നമ്മളോട് പറഞ്ഞ നമ്മളങ്ങനെ ഉണ്ടായിരുന്നു. എന്നോട് വന്ന് ഇങ്ങനെ നിന്നതല്ലാണ്ട് ഒരക്ഷരം കണ്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു നീ ഇങ്ങോട്ട് കയറി വന്നു, നീ മാത്രം കയറി വന്നാൽ മതി. ഞാൻ പറഞ്ഞു നീ മാത്രം കൊടുക്കണം. ചൂടുവെള്ളം അവളുടെ അമ്മമ്മയുടെ പ്രായമില്ലേ എന്നാണ് ചോദിച്ചത്. ഫെലിക്സെ അവര് പറയുന്നതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. എന്നോട് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാള് വളരെ കർശനമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. ഫെലിക്സെ, ഇന്നലെ നമ്മൾ കണ്ടാണ് സമരത്തിനിടെ സ്കൂളിലെത്തിയ അധ്യാപകർ കഴിക്കുന്നതിനിടെ ഭക്ഷണം തട്ടിത്തെറിപ്പിക്കുന്നത് കണ്ടാണ്. ഇതൊക്കെയാണ് സമരമോ? ഇന്നലത്തെ സമരത്തിൽ ഉണ്ടായ പല കാര്യങ്ങളും ജനങ്ങളെ ഇതൊക്കെ ശരിയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്നും. ഈ പഠിപ്പോടൊക്കെ പല വിഷയങ്ങളിലും നമ്മൾ കാലങ്ങളായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഭക്ഷണത്തോടൊക്കെ ഇമാതിരി പ്രവൃത്തി പിന്നെ എന്ത് ക്വാളിറ്റി പറഞ്ഞാണ് ഇവർ ഈ സമരം ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആരും പ്രതികരിക്കാനൊന്നും ഉണ്ടായില്ലേ? ആ കൂട്ടത്തിലുള്ളവർക്കെങ്കിലും ഇത് ചെയ്യരുത് എന്ന് പറയാൻ ആളുണ്ടായില്ലേ? ഏതായാലും ഇപ്പോൾ ഈ വയസ്സായ അല്ലെങ്കിൽ പ്രായമുള്ള ആ സ്ത്രീ അവരിപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അധ്യാപകർക്ക് പരാതി നൽകി പേരാവൂർ സ്റ്റേഷനിൽ ഈ പരാതി എത്തിയിട്ടുണ്ട്. കേസെടുക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 2000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് ഗവൺമെൻറ് മണത്തണ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. അതായത് ഈ സമരക്കാർ പറയുന്നത് ഈ ഉച്ചഭക്ഷണം വെച്ചാൽ ഒരുപക്ഷെ ക്ലാസ് വിടില്ല. അപ്പോൾ ക്ലാസ് വിടണമെങ്കിൽ ഉച്ചഭക്ഷണം വെക്കാതിരിക്കണം. അതിനാണ് ആദ്യം മുൻഗണന. അതായത് ഈ സമരക്കാർ നൽകിയത്. അതാണ് ഏറ്റവും ക്രൂരമായ പെരുമാറ്റം ഈ ഒരു വിദ്യാർത്ഥിനിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ അധ്യാപകർ പറയുന്നത് ഈ സമരക്കാരോടൊപ്പം പുറത്തുനിന്ന് വന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അതുകൊണ്ട് ഇതാരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഈ സ്കൂളിലെത്തി ഈ ഭക്ഷണം ഉണ്ടാക്കരുത്, അതായത് ഇന്ന് പഠിപ്പ് മുടക്കാണ്, അതുകൊണ്ട് ക്ലാസ് വിടേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാണ് ഈ സ്ത്രീയുമായി തർക്കിക്കുന്നത്. അങ്ങനെയാണ് അരി കഴുകി അടുപ്പിലേക്ക് അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇടാവുന്ന സമയത്ത് കൈ തിരിച്ചു മാറ്റുകയും കൈ തട്ടുകയും അങ്ങനെ ആ അരി